എന്റെ കളി കുറെ കൂടുണ്ട്. ബാപ്പുട്ടെ ബാപ്പുട്ടെ എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ? അതൊക്കെ നമ്മളെ നാട്ടിൽ മതി. ഇവനെ ഞാൻ മലപ്പുറം മൊയ്തീന. ഇനി അത് പറ്റൂല. ഓൻ വന്നിരിക്കുന്നു. ആര്? സാക്ഷാൽ അസല് ഒറിജിനൽ മലപ്പുറം മൊയ്തീൻ. പച്ചമ്പുരനെ ചച്ചോ. എന്നിട്ട് അവിടെ ഇരുത്തിട്ട് പോന്നിരിക്കുക. നമ്മളെ കളി വല്ലോ മൂപ്പര് അറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾ വേഗം വരി. കുന്നത്തങ്ങാടിയിൽ ബസ് വന്ന് ഇറങ്ങിയപ്പോഴാ നമ്മൾ കണ്ടത്. മജീദ നീ വീണോ? ഇല്ല, ഞാന് നിങ്ങക്ക് പുഴക്കടൻ അടവ് കാണിച്ചു തന്നതാ. നേരോ? എനിക്ക് മനസ്സിലായില്ല. ഞാൻ വിചാരിച്ചു ഈ വീണതാന്നാ. എവിടെ പത്നിയോള്? ഞാൻ ജയിലിൽ നിന്ന് വരില്ലെന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. ബീരാന പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ രണ്ട് പന്നിയോളും തിരുണോലോ വരൂല, വേറെ ആര് തിരുമേലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ, നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അവിടെയേ ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പോഴാ മലപ്പുറത്തേക്ക്? ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലിൽ മൂട്ട അടിച്ചിട്ട്. അതിനെന്താ, കുളിച്ചിട്ട് ഉറങ്ങിക്കോളി. അപ്പൊ അതിന് പൂവൻ കോയിനൊക്കെ മേടിപ്പിക്കാം. മൊയ്തീനിക്ക, വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണേ? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്നു. പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോഴിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തീനിക്കക്ക് വിശന്ന് തുടങ്ങും. ഇല്ലേ മൊയ്തീനിക്ക? അതൊക്കെ എനിക്കറിയാം. ഞാനായിക്കൊണ്ട് നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോഴിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്കി. കോഴിനെ മേടിച്ചോണ്ട് വാ. അല്ല, വെള്ളം ചൂടാക്കാൻ ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കണ്ട കേട്ടോ. മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഈ വെക്കോ. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ. ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലസാണെന്ന്. ഈയും കൊടുക്കും. ഈ ഒച്ചപ്പെടും മജീദ്. അല്ല, ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്യ്, ഇത് ഞാനായിക്കോളാം. ഈ അങ്ങാടി പോയി രണ്ട് പൂവൻ കോഴി മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാൽ മതി. മലപ്പുറം മൊയ്തീൻ അങ്ങാടി പോയി കോയിനെ മേടിക്കേ. മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദേ. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. എടങ്ങർ ആയല്ലോ പഠിച്ചോനെ. ഇന്റെ മജീദേ, ഈ എങ്ങനെ ദയല്ലാത്തവനായാലോ? ആ പെരിച്ചായി കോഴി എവിടെയെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി. ബാപ്പട്ടി, മൊയ്തീനിക്ക, മലപ്പുറത്തേക്ക് എപ്പോഴാ തിരിച്ചു പോണേ? എന്തേ ധൃതി? ഒരാഴ്ച നിങ്ങളുടെ ഇവിടെ കഴിയാം. എന്റെ അല്ലാ. മൊയ്തീനിക്ക, ഇരുട്ടാണ്. ടോർച്ച് മണിയെ കൊണ്ടുപോയിക്കോളൂ. വേണ്ട, ഞമ്മള് പോയിക്കോളാന്ന്. എന്നാ ശരി. മൊയ്തീനിക്ക, ആരാ ഇവിടെ എന്നെ വിളിക്കാൻ? അതിങ്ങനെ നോക്കണ്ട. ഇവിടുത്തെ വിളി കണക്കാക്കണ്ട. ഇന്ന് മൊയ്തീനിക്കാന്നും വിളിക്കും, മജീദ് ഖാനും വിളിക്കും, ജമാൽ ഖാനും വിളിക്കും, പിന്നെ യൂസുഫേനൊക്കെ വിളിക്കുന്നത്. ഈ പോയിട്ട് ആരാച്ചാ നോക്കിയിട്ട് വാ. നിങ്ങളിത് തിന്നീന്ന്. ആരാ മജീദ് ബസ്സിൽ വന്നു? മിണ്ടാതെ പോകുന്നത്? എന്റെ പൊന്നസീസ, ഈ ഇവിടുന്ന് പോണ്ട. കൊടുങ്ങല്ലൂർ ഒരു വലിയ കച്ചറ നടക്കുന്നുണ്ട്. അത് ഒത്തീർപ്പാക്കാൻ ഞാനും മൊയ്തീനിക്കയും ചെല്ലണമെന്ന് പറഞ്ഞ് ഭാഷ പിടിച്ച് നിൽക്കാൻ മൂപ്പര്. അപ്പൊ നിങ്ങൾ പോവാ? അന്നെ ഇങ്ങനെ ഈ അവസ്ഥയിൽ വിട്ടിട്ട് നമ്മൾ പോവോ? ഇവിടുന്ന് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് നിൽക്കാൻ മൊയ്തീനിക്ക. അതിന്റെ പേരിൽ ബയക്ക് നടക്കുക. ബഹളം ഉണ്ടാക്കാണ്ട് ഈ വേഗം സ്ഥലം കാര്യാക്ക്. ഞാൻ വേഗം സ്ഥലം കാര്യാക്കാനാ പറഞ്ഞത്. ചെല്ലി. മോനിക്ക ശരീരേ ഉള്ളൂ.
കണ്ടാമൃഗത്തിന്റെ ഇൽക്ക് ബുദ്ധി ഇല്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ ഇന്റെ അള്ളാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ വേഗം ഇവിടുന്ന് കഴിച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ടില്ലേ ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. ഇതെവിടെ നിങ്ങൾക്ക് പറയണ പന്നളെ? അത് ഇവിടെ ഒരു റിലീസ് ഉണ്ട്, മൂരി ഹൈദ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമിയാട്ടി മരച്ചു നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈദ്രോസിനെ കണ്ടിട്ടുണ്ടോ? അന്റെ മൊയ്തീൻ ഉറുമി കുറിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേന്ന് ഇല്ലേ? എവിടെടാ അവൻ? എതുങ്ങാറായില്ലപ്പോ അഞ്ചു ഓരോ ഞാനെന്താ ചെയ്തേ? ഓൻ എവിടെന്നാ ചോദിച്ചേ? പൊന്നാര മൊയ്തീനിക്ക നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. മൂരിന്റെ കാര്യം ഞമ്മളേറ്റ്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളൂ. മൊയ്തീനിക്ക നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയോന്ന്. തമ്പുരാനെ ഇനി എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും. വീണത് നമുക്ക് ബിദ്യയാക്കാം. അല്ല, നിങ്ങളുടെ ബിദ്യ കൊണ്ട് ഓൻ ബിയാൻ പോണെന്ന്. പാപ്പട്ടിയെ വേണ്ട, ആ വിളിന് മലപ്പുറത്ത് എന്നിട്ട് വിളിച്ചാൽ മതി കേട്ടോ. ഇനി മലപ്പുറത്തേക്ക് എന്നാ മടങ്ങാ? ഇവിടെ നിക്കക്കളില്ലാതെ വരുമ്പോ ഒരു മുങ്ങ് തന്നെ. ഏത് സ്ഥലത്ത് നിന്നാലും നിങ്ങൾക്ക് ഇതല്ലേ പറയാനുള്ളൂ. ഇതുവരെ ഒരു സ്ഥലത്ത് നിന്നെങ്കിലും തല്ലുകൊള്ളാതെ ഊരി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ചെക്കനൊരു ശല്യായല്ലോ ഇത്. ഓന്റെ ചെലവ് കഴിഞ്ഞിട്ട് ഓന്നൊരു ശല്യായ ഒക്കെ പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? എന്താ ഉണ്ടാവും പോകാൻ പറ്റണ്ടായോ? എന്താ ഉണ്ടാവും അങ്ങോട്ട് പറയും. എന്തുണ്ടോവനാ അലവിയോട്ടില് നിക്ക ഉറപ്പിക്ക. ഓക്ക് സമ്മതാ? ഓർക്ക് സമ്മതമല്ല, ബലായിട്ടാ. ഇനിയൊന്നും നോക്കാനില്ല. കണ്ടം വെള്ളക്കള്ളാസിൽ എഴുതിക്കൂടി. രാത്രി പുറത്തിറങ്ങിക്കാൻ മുണ്ടാണ്ട് സ്ഥലം വിടാ. നടക്കൂ. ഇപ്പോഴും നമ്മളെ വിശ്വാസമായിട്ടില്ല. പടച്ചോ എന്റെ കൂടെ. അതാ ആമിന. എവിടെ എന്റെ ആമിനു? ഞാനൊന്ന് കാണട്ടെ. അതാ ആ തട്ട വിട്ടതാ. കൂടെ ഒരാളുണ്ടല്ല. അത് സാരമില്ല, കൂട്ടുകാരിയാ. ഓക്ക് ഇങ്ങനെ നിൽക്കാൻ ഇഷ്ട. വാ മതി നിൽക്കാം. അല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ ഇവിടെ നിന്നോളൂ. ഞാൻ പോവാം. വേണ്ട, ഇവന് വിടക്കട്ടെ. നമുക്ക് രണ്ടാക്കും പോയി പരിപാടികൾ എന്തൊക്കെയാണെന്നൊന്നും അറിയാം. വേണ്ട, ഞാൻ തന്നെ പോവാം. എന്തൊരു നെഞ്ച്. ആമിനക്കുട്ടി വിഷമിക്കണ്ട. ആ നിൽക്കാതെ നടക്കില്ല. പക്ഷേ നീ ഇത്തിരി ധൈര്യം കാണിക്കണം. ആ ഇപ്പൊ ധൈര്യം തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ ഇവിടെ വരുമോ? കഷ്ടമായി. ഒരു കാര്യം സംസാരിക്കാന്ന് വെച്ചാ ആ ഗുണ്ടകള്. നീ ഇരിക്കും, നിനക്ക് വരാം. വേണ്ടേ? അതെ, നിങ്ങൾ എന്താ മനുഷ്യന് ചോദ്യം കൊടുക്കില്ലേ? ഇങ്ങനെ സദാസമയം നിങ്ങൾക്ക് ഭ്രാന്തുണ്ടോ? ആ കുട്ടിയുടെ പിന്നിൽ ഇങ്ങനെ നടക്കാൻ. പറഞ്ഞു സ്വന്തം വിഡിത്തം മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെങ്കിൽ പോണം മിസ്റ്റർ. അവക്ക് തന്നോട് പ്രേമവും മണ്ണാങ്കട്ടി ഒന്നുമില്ല. എന്താ പറഞ്ഞത്? ഇനി ആമിനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കണ്ട. അവളെ നാസിർ മാഷ കേട്ടാൻ പോണത്. എനിക്ക് ആമിനോട് സംസാരിക്കണം. കാണിച്ച് പേടിപ്പിക്കൊന്നും വേണ്ട. അവിടെ സംഗതി ആകെ കുഴപ്പമായിരിക്കും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പിന്നെ കാണാൻ. എന്നെ വിട്. എന്തിനാ മജീദ്ക്ക? എനിക്ക് അവളോട് സംസാരിക്കണം. എല്ലാം സംസാരിക്കാം. അതിനു മുമ്പ് അന്റെ ആമിനാനെ കുറിച്ച് മൊയ്തീനൊക്കെ പറഞ്ഞ എന്താണെന്ന് ഈ ഒന്ന് ചോദിച്ചു നോക്ക്.
എന്റെ മൂത്ത മോൻ അബ്ദുൽ ലത്തീഫാണ് സത്യം. അവനാണ് നമ്മൾ കെട്ടും. ആ നിങ്ങൾ നിൽക്കാൻ ചോദിക്കുക കഴിക്കും. നിങ്ങളെ ഞാൻ ഇനി നിങ്ങളെ സഹായം എനിക്ക് വേണ്ട. നിങ്ങൾ എന്റെ വീട്ടിൽ പോയിക്കോളൂ. നാണല്ലോ ബാപ്പുട്ടി എങ്ങക്ക് ബേഷം കെട്ടാൻ വന്നാ ബേഷം കെട്ടണം. ഇവിടെ അല്ല എങ്ങടെ ബലസല്. അങ്ങനെ ഒരു ഹാജത്ത് തോന്നിപ്പോയി. മനസ്സന്നെ മനസ്സല്ലേ. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റിയത്? ഒന്നും ചെയ്യാനില്ല. വേഗം സ്ഥലം കാലിയാക്കാം. നാട്ടുകാരുടെ തല്ലുകൊള്ളതിന് മുമ്പ് തോന്നിക്കോളും ഓരോ കാലത്ത്.